കേരളം ഏത് മുന്നണി ഭരിക്കണമെന്നത് എൻ.ഡി.എ തീരുമാനിക്കുമെന്ന് ശിവസേന സംസ്ഥാന വക്താവ് ടി.ആർ. ദേവൻ കാഞ്ഞങ്ങാട്ട് ശിവസേനയുടെ ജില്ലാതല തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്തോറും എൻ.ഡി.എ കേരളത്തിൽ വൻ മുന്നേറ്റം നടത്തുന്നതിന് തയ്യാറെടുക്കുകയാണെന്ന് ശിവസേന സംസ്ഥാന വക്താവ് ടി.ആർ. ദേവൻ പറഞ്ഞു. ശിവസേനയുടെ കാസർഗോഡ് ജില്ലാതല തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ ഫ്രണ്ട്സ് ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ മുന്നണി ശക്തമായ സാന്നിധ്യമായി മാറും. ഒരു കാലത്ത് ഇടതു വലതു മുന്നണികളുടെ ദുഷ്പ്രചരണങ്ങൾ വിശ്വസിച്ച് എൻ.ഡി.എയിൽ നിന്ന് അകലം പാലിച്ചിരുന്ന ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങൾ ശിവസേന ഉൾപ്പെടെയുള്ള എൻ.ഡി.എ മുന്നണികളിലേക്ക് വ്യാപകമായി കടന്നുവരികയാണെന്നും പറഞ്ഞ ടി.ആർ. ദേവൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്ക് മന്ത്രിസഭയായിരിക്കും കേരളത്തിൽ രൂപപ്പെടുകയെന്നും അത്തരമൊരു സാഹചര്യത്തിൽ ഏത് മുന്നണി ഭരിക്കണമെന്നത് എൻ.ഡി.എ സ്വീകരിക്കുന്ന നിലപാടിനെ ആശ്രയിച്ചായിരിക്കുമെന്നും അവകാശപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതിനകത്തൊരു ലക്ഷ്യമുണ്ട്. ഇതിനൊരു ലക്ഷ്യത്തോടു കൂടി രൂപീകൃതമായ ഒരു പ്രസ്ഥാനം. നമുക്കറിയാം, മഹാരാഷ്ട്ര ഇന്ന് സംസ്ഥാനങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിലൊന്നിൽ പെടും മഹാരാഷ്ട്ര. ഇന്ത്യയുടെ റവന്യൂ വരുമാനത്തിന്റെ 30-40% സംഭാവന ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ആകെ റവന്യൂ വരുമാനത്തിന്റെ 30-40% സമ്പത്ത് സംഭാവന ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മറാഠികളായിരുന്നു. മറാഠ എന്ന് പറയുന്ന ഒരു വിഭാഗം, നമുക്കറിയാം, ഛത്രപതി ശിവജിയൊക്കെ മറാഠ വിഭാഗത്തിൽപ്പെട്ടയാണ്. ഛത്രപതി ശിവജിയാണ് നമുക്ക് സനാതനധർമ്മത്തിന്റെ മൂലകമായിട്ടുള്ള ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയുണ്ടായിരുന്നു. മുഗളന്മാരോട് പടപൊരുതാൻ തീരുമാനിച്ചു. മുഗളന്മാർക്കെതിരെ യുദ്ധം നയിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു. തന്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നു. ചടങ്ങിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ.പി. ജയരാജ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി അനിൽ ദാമോദർ മുഖ്യപ്രഭാഷണം നടത്തി. യുവസേന സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിശ്വാസ് നായർ, പാർട്ടി വയനാട് ജില്ലാ പ്രസിഡന്റ് സജിത് പ്രസാദ് നായർ, കാർത്തിക് രാജ്, അശോകൻ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. ഭാരത് സ്റ്റേറ്റ് ഓണർ നാഷണൽ പുരസ്കാരം നേടിയ ജന്മഭൂമി കാഞ്ഞങ്ങാട് ലേഖകൻ ബാബു കോട്ടപ്പാറ, ജില്ലാ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ശിവനയൻ, ജില്ലാ ഷോട്ട്പുട്ട് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ സൂര്യനയൻ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. പുതുതായി പാർട്ടിയിൽ ചേർന്ന വനിതകൾ ഉൾപ്പെടെയുള്ള 100ഓളം പേർക്ക് സംസ്ഥാന സെക്രട്ടറി അനിൽ ദാമോദർ അംഗത്വം വിതരണം ചെയ്തു. പാർട്ടിയുടെ പുതിയ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രസാദ് നായരെ തിരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റായി പി. മനു, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റായി എം. മഹേഷ് കുമാർ, പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റായി ടി. ഗോപാലകൃഷ്ണൻ, വനിതാ സേനയുടെ ജില്ലാ പ്രസിഡന്റായി സീമ മധു, സെക്രട്ടറിയായി വിലാസിലി പുതുവാൾ എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.